എല്ലാവർക്കും സ്വാഗതം. ഇത് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം എന്നാണ് അറിയത്തില്ല. ഞാനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉപ്പുമാവിലേക്ക് ചാടും. വേറെ ഓരോ ഓപ്ഷനും ഞാൻ തിരഞ്ഞെടുക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ അപ്പച്ചമ്പിനകത്ത് കൊത്തി വയ്ക്കുന്ന പുട്ടിലേക്ക് പോകും. ഞാൻ പണ്ട് പോലെ പറയും പോലെ പുട്ടിനെ വെറുതെ തള്ളി പുറകിൽ നിന്ന് മറിച്ചിട്ടു പിന്നീട് കുത്തി ഇങ്ങനെയുള്ള പരാതിയൊന്നും കേൾക്കണ്ടല്ലോ. അതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിടാങ്കിൽ അത്രയും നല്ലതായിരിക്കും. കത്തി ഒന്ന് ചേഞ്ച് ആക്കട്ടെ. ആ കത്തിയാണ് ആൻസൂടിനെടുത്ത്, ഇവിടുത്തെ കത്തിയാണ്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കത്തിക്കുന്ന മൂർച്ചയില്ല. അതാണ് ആൻസൂടിനെടുത്ത് ചോക്ലേറ്റ് കട്ട് ചെയ്തതാണ്. വല്ലാത്ത കട്ട് ചെയ്തത് കത്തിയുടെ ഈ അറ്റാണ് മടങ്ങിപ്പോയത്. ആൻസിനാണെങ്കിൽ ഇപ്പോൾ എക്സാമാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ഫുള്ള് തിരക്കായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞ വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്തതാണ്. പക്ഷേ എന്താ നടന്നില്ല. കാരണം ചേട്ടൻ കുറച്ച് വാഴ നട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് കൊലയൊക്കെ മൂന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇന്നലെ വെട്ടാനായിട്ട് പോയേക്കുമായിരുന്നു. ഇന്നലെ ഞായറാഴ്ച അല്ലായിരുന്നു. ഞായറാഴ്ച കടയില്ലല്ലോ. കട അടച്ചിട്ട് അങ്ങ് പോയി. ആൻസ് കൂട്ടനും ഞാനും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചേട്ടനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. കൊലയൊക്കെ ചുവന്ന് കയറ്റാനായിട്ടേ. ഞാൻ അവിടെ പോയി വാഴക്കൊലയെല്ലാം വെട്ടി കുറച്ച് പിഞ്ചു കൊലകളും കൂടെ ഒടിഞ്ഞ വാഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിഞ്ചു കൊല ഞാലിപ്പൂവിന. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാലിപ്പൂ കറി വയ്ക്കുമെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നലെ വന്ന ചേട്ടനാണ് പറഞ്ഞത് ഏത്തക്കായ്ക്കൊക്കെ പകരം, ഏത്തക്ക ഇല്ലെങ്കിൽ ഏത്തക്കായ്ക്കൊക്കെ കറിക്ക് ചേർക്കുന്നത് പകരം ചേർക്കുന്നത് ഞാലിപ്പൂവും ചേർത്താൽ നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ അതിൽ പിഞ്ച് കൊല ഉണ്ടായിരുന്നത് ഞാൻ ഒരെണ്ണം ചേട്ടന് കൊടുത്തു വിട്ടു. ഒരെണ്ണം അതിൻ്റെ പകുതി ഒരു വീട്ടിൽ നിന്നും കൊടുത്ത് പകുതി ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതിനി ഒന്ന് കറി വെച്ചോക്കാം. ഞാൻ ഇതുവരെ ഞാലിപ്പൂവും കറി വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇവിടെ ഉണ്ടായത്, ഇവിടെ വീടിൻ്റെ പുറകിൽ നിറച്ച് വാഴയാണ്. ഇവിടെ ഉണ്ടാവണമെന്ന് നമ്മൾ വിൽക്കാറില്ല കേട്ടോ. 2-3 ഒരുമിച്ച് വന്നാൽ മാത്രമേ വിൽക്കുകയുള്ളൂ. ഓരോണ്ടാക്കിയാണെങ്കിൽ നമ്മളിങ്ങോട്ട് പഴുപ്പിക്കാൻ എടുക്കത്തേ ഉള്ളൂ. പതുക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ പഴുത്ത് വരത്തേ ഉള്ളൂ. അപ്പോൾ എന്നും ഉപ്പുമാവും പുട്ടുമായിരിക്കും കേട്ടോ ഇവിടെ. ഇവിടെ ഒരു കൊല ഇപ്പോൾ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു ചേട്ടൻ്റെ കൈ കൊണ്ട് വെട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് പഴുക്കത്തില്ല, അങ്ങനെ ഇരിക്കുമെന്ന്. ചേട്ടനെ കൊണ്ട് അപ്പോൾ ചക്കയൊക്കെ പറപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പഴുക്കാതെ പച്ചയായിട്ട് ഇരുന്നോളൂ. ഞാനപ്പോൾ ഇങ്ങനെ തിരിച്ചു പറയുകയും ചെയ്തേ. അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ചില നാടുകളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുന്നു. അപ്പോൾ ചിലരുടെ കൈ കൊണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് വരത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ പാളയംകോടനായിരുന്നു വാഴക്കൊല. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി ആ വാഴക്കൊല വെട്ടിയെടുത്തിട്ട് അതിൻ്റെ തണ്ടിൽ വാഴക്കൊല ആ കൊലയുടെ മുൾഭാഗത്തായിട്ട് പതുക്കെ ഒന്ന് കീറിയിട്ട് അവിടെ ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് അത് പെട്ടെന്ന് ഉപ്പിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും പെട്ടെന്ന് പഴുത്ത് വരുമായിരുന്നേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അമ്മച്ചി അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അവിടെ പുറത്തേക്കൊക്കെ പോയിട്ട് ഇന്നലെ നമ്മൾ മുതലക്കുളം പള്ളിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നു രാത്രി. പിന്നെ എന്നും ഇപ്പോൾ ഈ പള്ളിയിൽ പോകണ വീഡിയോ എടുക്കണം എങ്ങനെയാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് പോവാത്തത്. നമുക്കാണെങ്കിൽ കോളേജിൽ അല്ലസർ ഫെസ്റ്റ് നടക്കുവാണ്. അതായത് അല്ലസർ 10-16 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സ്റ്റുഡൻസിന് മത്സരമൊക്കെ നടത്തി, സ്റ്റാഫിനും മത്സരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മത്സരമൊക്കെ നടത്തി അതിൽ നിന്നും സെലക്ട് ചെയ്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സെലക്ട് ചെയ്ത കുട്ടികളെ വിട്ടിട്ട് അവരിൽ നിന്നും വീണ്ടും മത്സരം നടത്തി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. കൊളാഷ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്, കളറ് ഡ്രോയിങ്, പിന്നെ പെൻസിൽ കൊണ്ടുള്ള സ്കെച്ച്, അങ്ങനെയുള്ള കവിതാ മത്സരം, കഥാമത്സരം, മലയാളം, ഇംഗ്ലീഷ്, അങ്ങനെ പ്രസംഗം, റെസിറ്റേഷൻ, പിന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ് എന്ന് വേണ്ട എല്ലാ പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. ഒരു മാസത്തെ ഫെസ്റ്റാണ്. അപ്പം അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. നമുക്ക് ട്രഷർ ഹണ്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ മെഗാ ഇവൻസിൻ്റെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തിരക്ക്, അതിൻ്റെ ഇടയ്ക്ക് എക്സാം നടക്കുന്നുണ്ട് കുട്ടികൾക്ക്. 7th അതുപോലെ തന്നെ 6th സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പിള്ളേർക്ക് കൊണ്ടിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇല്ലേ, ഇന്നിപ്പോൾ എക്സാം ഡ്യൂട്ടിക്ക് നിൽക്കേണ്ട വരും. അങ്ങനെ ഞാനിവിടെ ബിസിയാണ്. ആൻസൂട്ടനാണെങ്കിൽ അതിൻ്റെ അപ്പുറം കിടന്ന് ബിസിയാണ്. ആൻസൂട്ടൻ ഹിന്ദിയെല്ലാം ഫുള്ള് പഠിച്ചു. മാത്സിനെ എങ്ങാണ്ട് കുറച്ചുകൂടെ തീരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. രാവിലെ തന്നെ ആൻസൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൻസേ
എന്തെടുക്കുവാ? പിന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ മീൻകറി വെക്കാനത്തെ പൂച്ച കരഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. അയ്യോ പാവം പൂച്ച, അതിനെന്തെങ്കിലും കൊടുക്കും. അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കണില്ലാതെ ക്യാരറ്റ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂച്ച വരുന്നുണ്ട്, കൊടുക്കണോ? വേണ്ടാന്ന്. പൂച്ചകളായാൽ എപ്പോഴും മ്യാവു മ്യാവു പറഞ്ഞുകൊണ്ടിരിക്കും. തീറ്റ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല കേട്ടോ. പൂച്ചയുടെ പാത്രത്തിനകത്ത് എപ്പോഴും ഫുഡ് വെച്ച് കൊടുത്തേക്കുക. പിന്നെ ഈ പൂച്ച അങ്ങനെ ചോറൊന്നും കഴിക്കില്ല കേട്ടോ. അതിനെ ഇറച്ചി മീനൊക്കെ പഠിക്കുമായിരുന്നോ? വിറകടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് വിറകടുപ്പിൻ്റെ മൂട്ടിൽ കയറിയിരിക്കുന്ന കുട്ടിയെ കാണാനില്ല. പോയി എടാ വീഡിയോയിലും തലയെങ്കിലും കാണിച്ചിട്ട് പോടാതെ. ഓ ആൻസൂട്ടിന് ഇവിടെ പേടിച്ച കഴിയുന്നതെന്നൊക്കെ കമൻറ്റ് പറഞ്ഞു. എനിക്ക് വയ്യ. നിനക്ക് എന്തെങ്കിലും പേടിയുണ്ടോടാ? ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടോ, നിന്നെ ആരും കണ്ടില്ല. എന്തോ ഇടയിലത്തൊക്കെ എന്തൊക്കെ കമൻറ്റാ വന്നിരിക്കുന്നത്. പക്ഷെ ചിരിച്ച് മരിച്ച്. സത്യമല്ല, അവരെ നെഗറ്റീവ് കമൻറ്റ് വായിക്കുമ്പോൾ ഞങ്ങളിരുന്ന് ചിരിച്ച് ചിരിച്ച് മരിക്കും. അത് വേറൊരു കാര്യം കേട്ടോ. ഇങ്ങനെ നെഗറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ട് നടക്കരുത്. ലൈഫ് മൊത്തം ഡാർക്കായി പോവില്ലേ നെഗറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ട് നടന്നാൽ? എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണണം. അല്ലെങ്കിൽ ലൈഫ് മൊത്തം സ്പോയിലാകും. എല്ലാത്തിലും നെഗറ്റീവാണ് നമ്മൾ കാണത്തുള്ളൂ. എന്നാലും രസമായിരുന്നു കേട്ടോ. ഏറ്റവും കോമഡി എന്തായിരുന്നു അറിയാം? ആൻസൂട്ടനെ ഒരു 500 രൂപയെ പിടിച്ച് ഊട്ടി തണ്ടാൻ ഇറങ്ങി. ഞാൻ പിന്നെ ഒരു 500 രൂപ കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയത്. എന്നിട്ട് അവിടെ ചെന്ന് ടോപ്പ് എടുത്തു. ടോപ്പിന് ചേർന്ന ബോട്ടം എടുത്ത് എന്താ ആൻസൂട്ടിൻ്റെ കയ്യിലെ പൈസയ്ക്ക് തികയത്തില്ല. അപ്പോൾ ആൻസ് പൈസ എടുത്തപ്പോഴത്തേക്ക് ചേട്ടൻ്റെ പറഞ്ഞു, എടാ നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. അപ്പോൾ ഇവ ഒരു പേഴ്സൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ കടയിൽ അതിൻ്റെ ഓർഡർ പറഞ്ഞാൽ ഇവനെല്ലാം നിശ്ചയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് വന്നേക്കുന്നതെന്ന്. എന്നിട്ട് അപ്പം ചേട്ടൻ പൈസ കൊടുത്തു. ചേട്ടൻ വാങ്ങിച്ചു തന്ന ടോപ്പിൻ്റെ ആൻസിൻ്റെ പൈസ എടാ ഞാൻ കൊടുത്തോളാം പറഞ്ഞു. അപ്പോൾ ആൻസോട്ടിന് ഭയങ്കര വിഷമായി. കാരണം ആൻസാണ് ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നത്. ആൻസിൻ്റെ പൈസയ്ക്ക് എല്ലാ വർഷവും ഒരു ഗിഫ്റ്റ് ഉള്ളതല്ലേ. അപ്പോൾ അവൻ്റെ പൈസ അവൻ്റെ കയ്യിൽ ഇരുന്നോട്ടേ എന്ന് ഓർത്തിട്ടാണ്. ഇപ്പം അതെങ്ങാനും ഇന്നത്തെ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പൈസ പോലും കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ എന്ന് നെഗറ്റീവ് അടിക്കുമായിരുന്നാവോ. എന്നിട്ട് ഏറ്റവും അതൊന്നും അല്ലാണ്ട് കോമഡി. എന്നിട്ട് പിന്നെ നമ്മളിങ്ങ് പോകുന്നു. കേക്ക് വാങ്ങാനായിട്ട് ബ്രദേഴ്സിൽ നിർത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ബ്രദേഴ്സിൽ നിർത്തി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചോട്ട് പറഞ്ഞു, ഞാൻ ഗിഫ്റ്റ് എൻ്റെ പൈസയ്ക്കൊന്നും വാങ്ങിയില്ലല്ലോ, ഞാനൊരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് പറഞ്ഞു. 350 രൂപയുടെ എങ്ങാണ്ട് വലിയ ഡയറി മിൽക്ക് സിൽക്ക് ഉണ്ടല്ലോ, അത് വാങ്ങിച്ച്. അതാണ് നമ്മൾ ട്രഷർ ഹണ്ടിൽ വെച്ച് എടുത്തത്. കോമഡി അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. അതൊക്കെ തന്നെ കാറിൽ വെച്ചത് മുറിച്ചിട്ട്, കാറിൽ വെച്ചാണ് വീട്ടിൽ വന്നാണ്. അത് വീട്ടിൽ വന്നിട്ട് അത് മുറിച്ചിട്ട് ഒരു പീസ് അമ്മച്ചിക്ക് കൊടുത്തു, ഒരു പീസ് എനിക്ക് തന്നു, ഒരു പീസ് ചേട്ടന് കൊടുത്തു. ആൻസൂട്ടൻ തന്നെ കേട്ടോ. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം ആൻസൂട്ടൻ എടുത്തോണ്ട് തന്നെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കണം ഫ്രിഡ്ജിനകത്തുനിന്ന്. എനിക്ക് അതിൽ നിന്നൊരു 2 പീസ് കിട്ടിയതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ചോക്ലേറ്റ് തിന്നാൻ പാടില്ല പിള്ളേർ. എന്നിട്ട് ഇന്നലെ ലാസ്റ്റത്തെ അതിൽ നിന്ന് കിട്ടിയ 2 പീസ് ഇത് മൊത്തം എന്തിടാന്ന് വെച്ചപ്പോഴേ ഞാൻ തിന്നു. അതിന് ശേഷം ഇപ്പോൾ അതിനകത്ത് കവറിരിക്കുക. അപ്പോൾ ചേട്ടൻ പറയുന്നത് തിന്നണേനും കുഴപ്പമില്ല, തീർന്നു കഴിയുമ്പോൾ കവറെടുത്ത് കളയാത്ത എന്താ പോകുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ്. ഭയങ്കര കോമഡിയാണ്. എനിക്കാണെങ്കിൽ ഇന്ന് ക്ലാസ് കൊണ്ട് സമയം. ചോറ് പിന്നെ ഇന്നലെ വേവിച്ച് വെച്ച്. ഇന്നലെ നമ്മൾ മുതൽക്കൂടം പോയി തൊടുപുഴ ചുമ്മാ കറങ്ങാൻ പോയി. തൊടുപുഴ നിർത്തിയൊന്നുമില്ല, ചുമ്മാ കാറിൽ ഇങ്ങനെ കറങ്ങിയിട്ട് വന്നൊരു ഇവിടുന്ന് പുറത്ത് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു കാലം കപ്പയും പൊടിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വീട്ടിൽ ഇരിക്കുമ്പോൾ വെറുതെ കൊണ്ട് പുറത്ത് കാശ് കളയണ്ടല്ലോ എന്ന് കരുതി ഇവർ പറഞ്ഞു നമുക്ക് കപ്പയും ബീഫെല്ലാം ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ട് പോകാമെന്ന്. പിന്നെ കപ്പയൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് പുഴുക്ക് പിറ്റേ ദിവസം എടുത്താൽ വലിയ മെച്ചം ഉണ്ടാകത്തില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കത് കഴിച്ചിട്ട് പോകാം. മുലക്കടമ്പള്ളി പോയി ഇച്ചിരി തിരിയൊക്കെ കത്തിച്ച് തൊടുപുഴ പോയി കട്ടൻ ചായയൊക്കെ കുടിച്ച് വരാമെന്ന്. കട്ടൻ കുടിക്കാം എന്നുള്ള പ്ലാനിങ് പോയിട്ട് വയറങ്ങ് ഫുള്ളായിപ്പോയി. കപ്പ കഴിച്ചപ്പോൾ നല്ല രീതിയിൽ കഴിച്ചു, ബീഫും കപ്പയും. അതുകൊണ്ട് നമുക്ക് വിശന്നുമില്ല, കയ്യിലെ കാശും പോയില്ല. അങ്ങനെ നമ്മളിങ്ങ് തിരിച്ചു പോകും. ഇതൊക്കെയല്ലേ ലൈഫ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ
നെഗറ്റീവ് അടിച്ച് വരുന്നിട്ട് ഉള്ളതിലെല്ലാം നെഗറ്റീവും കണ്ടിരുന്നിട്ട് എന്താ കാര്യം. ആൻസൂട്ടൻ ആരും പേടിക്കണ്ട കേട്ടോ. ആൻസൂട്ടന് ഇവിടെ ഒരു കുഴപ്പമില്ല. അവൻ ഫുൾ ഫ്രീഡത്തിലാണ് പോകുന്നത്. എൻ്റെ കണ്ണേ, എൻ്റെ പൊന്ന് സവാള, എന്നെ കരയിക്കാൻ ജീവിതത്തിൽ ഒറ്റ ഒരാൾക്കേ സാധിക്കുള്ളൂ. അത് ഈ സവാളയാണ്. പിന്നെ അതിൻ്റെ കുഞ്ഞുള്ളികളും. അല്ലാതെ ഒരു മനുഷ്യനെ എന്നെ കരയിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇഷ്ടംപോലെ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആകെ തോറ്റു പോകുന്നത് ഇതിൻ്റെ മുന്നിൽ മാത്രം. ഞാൻ കരഞ്ഞു പോകുന്നത് ഇതിൻ്റെ മുന്നിൽ മാത്രം. അല്ലാതെ ഞാൻ ആരുടെ മുന്നിൽ കരയില്ല. കണ്ണ് നീറിയിട്ട് വയ്യേ. എല്ലാവരും ഈസിയായിട്ട് സവാള അരിയുന്നത് കാണാം. പക്ഷെ എന്നെക്കൊണ്ട് സാധിക്കില്ല മക്കളെ, സാധിക്കില്ല. ഞാൻ കുറച്ച് ഉപ്പുമാവേ ഉണ്ടാക്കുള്ളൂ. കാരണം ഞാൻ അവിടെ കലം ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മഹിമ കൊണ്ടാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ബർത്ത്ഡേയുടെ പായസം ഇരിക്കണം, ബർത്ത്ഡേയുടെ കേക്ക് ഇരിക്കണം, എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ആരും കഴിക്കാനും ഇല്ല. അവിടെ ആയിരുന്നപ്പോഴില്ല, ഇവിടെ ആയിരുന്നപ്പോഴില്ല. അവിടെയുള്ളവർ തന്നെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ചേട്ടന് ഇപ്പം കേക്കും പായസത്തിനോടൊന്നും വലിയ പ്രിയമില്ല. കുറച്ച് കപ്പ പുഴുങ്ങിയാലോ, കുറച്ച് ചക്ക പുഴുങ്ങിയാലോ ഒക്കെ അടിപൊളിയാക്കും. വാഴക്കല കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനൊരു ചക്കപ്രാന്തിയാണ്. കടുക് സൂപ്പറാണ് കേട്ടോ. പ്രഷർ ലോ ആകുന്നവരൊക്കെ കുറച്ച് കടുക് കൂടുതൽ കഴിച്ചാൽ നോർമൽ പ്രഷറിലേക്ക് വരും. പ്രഷർ ഹൈ ആയവർ കടുക് കഴിക്കരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ കാറ്റ് പോകും. അതുപോലെ ലൂസ് മോഷനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് കടുക് സൂപ്പറാണ്. ചോറ് ഞാൻ ഇന്നലെ ഇട്ട് വേവിച്ച് അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനടുത്ത് വാർത്താൽ മതി. പിന്നെ ബീഫ് കറി ഇരിപ്പുണ്ട്. അതെടുത്ത് ഞാനങ്ങ് ചൂടാക്കും. പിന്നെ അതോടുകൂടി എൻ്റെ പണിയും തീരും. ഒരു ചുരിദാർ എടുത്തിടുക, പോവുക. ആൻസൂട്ടൻ വാങ്ങിച്ച് തന്ന ചുരിദാറായിരിക്കും ഞാൻ ഇടുന്നത്. പൈസ കൊടുത്തത് പപ്പയാണെങ്കിലും സെലക്ട് ചെയ്തത് ആൻസാണ് കേട്ടോ. ഞാൻ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു കൂട്ട സാധനം കൂടി ഇടാനുണ്ട്. ഒരു കൂട്ടം കൂടി ഇട്ടോ. ഞാൻ ഇതെടുത്ത് കഴുകി വെച്ചിട്ടാകുന്നില്ല. ഉപ്പുമാവ് ഇഷ്ടമാണോടാ? മുളകോ ഒറ്റയ്ക്കൊരു വെജിറ്റബിൾസ് ചേർത്ത ഉപ്പുമാവ്. ബീൻസും പിന്നെ ഒരു സവോളയും അതുപോലെ എന്നതാ പഠിച്ചു തീർന്നോ? അതിൻ്റെ ഉള്ളിയാണല്ലോ. ഇച്ചിരി ഉപ്പ് ചേർക്കട്ടെ. ഉപ്പ് ചേർന്നാൽ പെട്ടെന്ന് വഴന്ന് വരും. പിന്നെ പച്ചക്കറി ഒത്തിരി വേവാൻ പാടില്ല. പച്ചക്കറി അല്ലെങ്കിൽ ഒത്തിരി വേവിക്കലെന്നല്ലേ പറയണം. അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. പകുതിയേക്കാളും പിച്ചോട് വേവേ പച്ചക്കറിക്ക് പാടുള്ളൂ. ഓവറായിട്ട് വെന്തോന്നും കൊള്ളില്ല. ഞാൻ സൈഡിൽ പോയിട്ട് ചെരുപ്പില്ലാതെ കയറുന്നു. അപ്പോൾ അതിൻ്റെ കാൽപ്പാടാണല്ലോ ഇതിനെ മുഴുവൻ. ഞാൻ ഈ പേര ഇങ്ങനെ എന്നെ കഷ്ടപ്പെട്ടാണ് മുഴുവൻ ഞാൻ തുടച്ചതാണ്. ഇന്നലെ ഞാൻ കപ്പയും പുഴുങ്ങി ഇറച്ചി വെച്ച സമയത്ത് പേരയും തുടക്കി വരുന്നു. ഇതെല്ലാം അടപ്പയിൽ ഇരുന്ന് വേവണ സമയം കൊണ്ട് ഞാൻ വീട് മൊത്തം കഴുകിയിട്ടു. നല്ല കണ്ണാടി പോലെ ആക്കിയിട്ടത് ഞാൻ മിറ്റത്തോടെ പോത്തിട്ടേ കയറി വന്നേക്കുന്നു. കാൽപ്പാട് കറക്റ്റ്. ഞാൻ വീണ്ടും തുടയ്ക്കണം. എനിക്കിത് തന്നെ പണിയോടെ വന്നത്. പിന്നെ വെള്ള ടൈലാണ്ട് അപ്പുറത്തെ വീട്ടിൽ പിന്നെ ഒരു സൈഡ് മഞ്ഞ കളർ എന്തോ അല്ലായിരുന്നു. അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഈ വെള്ളമാകുമ്പോഴേ പെട്ടെന്ന് ചെളി അറിയാൻ പറ്റുന്നു. ഇതിനാണെങ്കിൽ എപ്പോഴും ഇന്നലെ ചേട്ടൻ പറഞ്ഞു, ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ പെരക്കാത്ത ചെരുപ്പിടൂലടാ ചോദിച്ചു. എടാ നീ പെരക്കാത്ത ചെരുപ്പിടാണ്. മുറ്റത്തുനിന്ന് നീ കയറുമ്പോൾ നേരെ പെരക്കാത്ത ചെരുപ്പയിലേക്ക് കാല് ചോട്ടുന്നു. വീടിന് പോകത്തില്ല. അന്നേരം അവൻ പറഞ്ഞു എനിക്കതാണ് ഇഷ്ടമല്ല, എനിക്ക് എന്തോ പോലെയാണ്. ഇവിടെ ചെളി വെച്ചിട്ട് വെച്ചേക്കും. ഇത് തന്നെ എൻ്റെ പണിയൂടെ. ഭയങ്കര പാടാണ്. ഇവനെ വീട്ടിൽ ഞാനില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കത്തില്ല. ഇവിടെ ഏതെങ്കിലുമൊക്കെ ഇറങ്ങി പോകും. കൂട്ടുകാരുടെ കൂടെ കൂട്ടുമ്പോൾ ഞാനുണ്ടെങ്കിൽ മാത്രമേ ഇവ വീട്ടിൽ ഇരിക്കത്തുള്ളൂ. ഭയങ്കര പാടാണ്. അതുകൊണ്ട്
അങ്ങോട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറുമ്പോഴേക്കും വീട്ടിലിരിക്കുമായിരിക്കും. എന്നെ ഒരു ദിവസം കാണാതെയൊക്കെ വന്നത് അപ്പുറത്തെ വീട്ടിലായിരുന്നു. പിന്നെ എല്ലാവരുടെ കമൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടം വന്ന ആൻസൂട്ടനാണ് കേട്ടോ. അവന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവൻ്റെ പപ്പേനെ എല്ലാവരും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ആൻസിന് എന്നെക്കാളും ഇഷ്ടം പപ്പേനെ. കാരണം അവൻ ഇത്ര നാളെ കിട്ടാത്ത കാണാത്ത എല്ലാ കൂട്ടുകാർക്കും പപ്പ സ്കൂളിൽ വരുന്നു, പപ്പ പാർക്കിൽ കൊണ്ടുപോകുന്നു, പപ്പയും ഫാമിലി ഒരുമിച്ച് പപ്പയും അമ്മമാരും ഒക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെ ആൻസിങ്ങനെ നോക്കുമ്പോൾ ഞാനും ഇവനും തന്നെ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെ ഫുൾ ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഇപ്പം ഇരിക്കുന്ന കാണാൻ പാടില്ല. പപ്പയുടെ അടുത്തേ ഇരിക്കത്തുള്ളൂ. ഞാൻ ഒരു തവണ എങ്ങാണ്ടാ ഞാൻ അവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നുള്ളൂ. പിന്നെ അവൻ ഇരിക്കത്തില്ല. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോടെ ഈ ആൾക്കാരിലാണ് പപ്പേനെ വഴക്ക് പറഞ്ഞത്. ചോദിക്കട്ടെ. ഇത് കണ്ടോ, അവന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് സിപ്പപ്പ് എടുത്തോണ്ട് വെച്ചേക്കണ കാണാവേ. ഇത് നോക്ക്, ആൻസിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് സിപ്പപ്പ് കൊണ്ട് വെച്ചതാ. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സിപ്പപ്പും ഉണ്ട്, ഇതിൻ്റെ സിപ്പപ്പും ഉണ്ട്. ഏത് വേണമെന്ന്? ഇവൻ ചോക്ലേറ്റ്, ഞാൻ പൈനാപ്പിള്. മാങ്കോയാണോടാ അത്? ആ, എന്നിട്ട് ഏത് വേണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് അധികം കഴിച്ച ശരീരത്തിന് കേടാ. ഇവൻ്റെ കയ്യിലല്ലേ ഇത് 2 ദിവസത്തേക്ക് ഉണ്ടാകുന്ന പറയാം. ചേർത്ത പേർക്ക് പറഞ്ഞ് ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു ക്യാമറ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു, ഒരു CC ക്യാമറ. ആരൊക്കെ അത് തുറക്കുന്നു, എന്തൊക്കെ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം വേഗം തീരുമല്ലോ. ഇതുപോലെയുള്ള പപ്പന്മാർ എവിടെ കിട്ടും? നിങ്ങൾ പറ. അതാണ് നമ്മുടെ 30 മിനിറ്റ് വീഡിയോയിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചാനലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വേറെങ്കിലും ഒരു റീസൺ വെച്ചുകൊണ്ട് ആരെയും അളക്കാതിരിക്കുക. കാരണം വെറുതെ കമൻ്റ് ഇടുന്ന നിങ്ങളുടെ വിലയേറിയ സമയം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇതെല്ലാം വായിച്ച് ഞങ്ങൾക്കിതൊക്കെ വെറുതെ ഒരു കോമഡി മാത്രമാണ്. ഞങ്ങൾ വായിച്ച് തിരിക്കും. ഇന്നും അങ്ങനെ രാവിലെ തന്നെ തുടങ്ങി. ഇത് അയ്യോ ഇപ്പം ഇതിപ്പോൾ പപ്പ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവന് വഴക്ക് പറയും. രാവിലെ തന്നെ ഈ സിപ്പപ്പ് എടുത്ത് തിന്നണത്. അതിൽ വഴക്ക് പറയണ്ടേ? നിങ്ങൾ വഴക്ക് പറയണ്ടേ? കാരണം ഓരോ ഫുഡ് കഴിക്കാതിരിക്കുന്ന ചെറുക്കനാണ് ഇപ്പം ഈ സിപ്പപ്പ് എടുക്കുന്നത്. ഇപ്പം പപ്പ വരും, അമ്മ വഴക്ക് കേൾക്കും. എന്നാ പലകാരം? എവിടെയാടാ ബിസ്ക്കറ്റ് ഇരിക്കണത്? ഏയില്. ആ, എത്ര ജ്യൂസൊക്കെ എടുത്താ കുടിച്ച? ഇതാണ് നമ്മുടെ ലൈഫ് മൊത്തം കോമഡിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണമായിരുന്നു. ഗ്ലാസ്സിൽ തന്നെ ഒഴിക്കുക. അതൊന്നുമില്ല, അളന്ന് ആറ്റി കളഞ്ഞാലും അളന്ന് കളയാൻ നല്ലതായിരുന്നു. ഉപ്പുമാവിൽ ഉപ്പ് ചേർത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചേർക്കും? കുട്ടികൾ പാവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റി കണ്ടാലും തിരുത്തി കൊടുക്കണം, അത് ആരാണെങ്കിലും. പിന്നെ ലൈഫിൽ ചെറിയൊരു കൺട്രോളൊക്കെ വരുന്ന എപ്പോഴും നല്ല കാര്യം. അതിൽ ഇങ്ങനെ എപ്പോഴും ആരും നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ തിരുമുഖം മാത്രമല്ല, നമ്മുടെ ഈ ഉപ്പുമാവിൻ്റെ ഗ്രേവിയും സംഭവങ്ങളും കൂടെ കാണണം. ഉപ്പുമാവിന് അവിടെ ഗ്രേവി എന്ന് ചോദിക്കേണ്ട, എൻ്റെ വായി വരുന്നത് പറയുന്നു. അപ്പം ഉപ്പുമാവിനുള്ള വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് റവ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ഒരു പരസ്യമായിക്കോട്ടെ, അജുമ്മി ഉപ്പുമാ റവ. എൻ്റെ ഫോണിലെ വീഡിയോ എടുക്കുന്നത് ചേട്ടൻ്റെ ഫോണും കൂടി ചേട്ടൻ പോയി. പിന്നെ എന്തായിരുന്നു, വേറെ വിശേഷമൊന്നുമില്ലെന്ന്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ്. എൻ്റെ ലൈഫിൽ യാതൊരു മാറ്റങ്ങളും വന്നിട്ടൊന്നുമില്ല. കുറച്ച് സന്തോഷം കൂടുതലായിട്ട് വന്നു എന്നുള്ളതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ എന്ത് നെഗറ്റിവിറ്റി എൻ്റെ ചുറ്റിനുണ്ടായാലും ഞാൻ അതിനെ പോസിറ്റീവാക്കി മാറ്റും. അത് വേറെ കാര്യം. കാരണം എനിക്ക് ലൈഫ് ഒന്നേ ഉള്ളേ, എല്ലാവർക്കും ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം അവരെ ഇങ്ങനെ നമ്മൾ നോക്കണ്ടേ? നിങ്ങൾ പറ. ഇത് കുറച്ചുകൂടെ പുറകോട്ട് ഇറക്കി വെച്ചാൽ ചിലപ്പോൾ ഉപ്പുമാവൊക്കെ കാണാൻ കഴിഞ്ഞേക്കും.
ഇങ്ങനെ നോക്കുമ്പോൾ കുറേ പാത്രങ്ങൾ ഇവിടെ നിരന്നിരിക്കുന്നതായിട്ട് തോന്നൂലേ. ഇത് പച്ചക്കറി ഇട്ട പാത്രം, ഇത് വെളിച്ചെണ്ണ, ഇത് ഇന്നലെ എന്തോ ഉണ്ടാക്കിയൊരു പാത്രം. ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷനിൽ. പക്ഷെ എന്തൊക്കെയോ കുറേ ഇരിക്കുന്നതായിട്ട് ഫീലിങ്സ്. കണ്ണിൽ കാണുന്നതൊന്നും സത്യമല്ല കൂട്ടുകാരിയില്ല. കണ്ണിൽ കത്തം ദാഹം ജാലം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കറക്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കുകയുള്ളൂ. കാരണം ഉപ്പുമാവെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യൻ തിന്നില്ല. ഞാനും ചേട്ടനും ആൻസൂട്ടനും ആൻസൂട്ടനും ഇച്ചിരി കഴിച്ചിട്ട് അമ്മച്ചേരൊന്നും കഴിക്കത്തില്ലെന്ന്. ഞാൻ പിന്നെ എന്നാ ചെയ്യുന്നത്? എന്നും അത് കപ്പ പുഴുങ്ങാൻ പറ്റുമോ? കപ്പയ്ക്ക് 40 രൂപയാണ് കിലോയ്ക്ക് വില. ഞാനാണെങ്കിൽ 2 കപ്പത്തണ്ട് കൊണ്ടുവന്ന് ഇവിടെ നട്ട് വയ്ക്കാമെന്ന് ഓർത്ത് കുഴു കുത്തിയെങ്കിലും നട്ട് വയ്ക്കാമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. ഈ വില കാരണം അതുപോലെ ഞാൻ വില കെട്ടി ഞെട്ടിയ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? തേങ്ങ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയാണ്. വെളുത്തുള്ളി മാത്രമല്ല, തേങ്ങയുടെ വില കെട്ടി ഞാൻ ഞെട്ടിപ്പോയി. തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 68 രൂപ ഒരു കിലോ. എന്നാ ചെയ്യണമെന്ന് അതെങ്ങനെയായി എന്ത് ചെയ്യും? ഇതേ അടി പിടിക്കണമെന്നല്ല ഞാനിതിട്ട് ഇങ്ങനെ ഇളക്കണത്. അപ്പോൾ കുറച്ച് സൗണ്ട് കൂടുതൽ വരും. മുറിക്ക് ഭയങ്കര മുഴക്കം. മറ്റേ വീട് പോലെ അല്ല, ഭയങ്കര മുഴക്കം. അതുകൊണ്ട് ഒരു ഗുണം ചെയ്തു. ഓൺ വോയിസ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലർ 2ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുവാണ്. ലാവണ്ടർ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ് നമ്മുടെ തൊടുപുഴയിൽ 16-ാം തീയതിയാണ് ഈ വരുന്ന വ്യാഴാഴ്ച. വ്യാഴമല്ലേ 16, 13, നാളെ 14, 15, 16. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. പാർലർ തുറന്ന നല്ലൊരു അളിയുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ കാണുമെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പം ആ വീഡിയോയ്ക്ക് ഭയങ്കര ക്ലാരിറ്റി. വീഡിയോ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് നോക്കണം. ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൊടുപുഴയിലോ ഏരിയയിലോ പരിസരങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് വരണം. ഇതിൽ ഇനാഗുറേഷനിൽ പങ്കെടുക്കണം, ഉദ്ഘാടനത്തിന് വരണം. കാരണം കുറേ ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ട് ലാവണ്ടറിൽ. ജസീന യൂസഫ് എന്നാണ് ഓണറിൻ്റെ പേര്. നല്ല സൂപ്പർ ട്രീറ്റ്മെൻറ്റാണ് അവിടെ നമുക്ക് തരുന്നത്. അപ്പോൾ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സൗന്ദര്യം കൂട്ടാൻ പോകാൻ നോക്കൊന്നും വേണ്ട. നമ്മൾ പനി, ജലദോഷം, തലവേദന ഒക്കെ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പോകില്ലേ, സെയിം സംഭവം തന്നെ. നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തുണ്ടാകുന്ന പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും അസുഖങ്ങളിലേക്ക് വഴിവെക്കുന്നതാണ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് തലയിൽ താരൻ, ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം ഇങ്ങനെയുള്ള പാർലറിൽ നടക്കും. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചെങ്കിലും പാർലറിൽ പോയി അവനവൻ്റെ ആരോഗ്യം, അവനവൻ്റെ സൗന്ദര്യം, അവനവൻ്റെ ഹെൽത്ത്, ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് മാത്രമല്ല ശരീരത്തിന് പുറത്തും ആരോഗ്യം ഉണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പം ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ പണ്ടുള്ളവർ ഇതിനൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടാവും. പണ്ടുള്ളവരുടെ ആഹാര രീതി, ഭക്ഷണ രീതി ഒന്നും അല്ല ഇപ്പോൾ ഉള്ളവരുടെ. പണ്ട് ചെറുകിഴങ്ങും കപ്പയും കാച്ചിലും ചേമ്പും ചേനയൊക്കെ തിന്നും വളമിടാതെ ജൈവവളം മാത്രമുള്ള പച്ചക്കറികളും നെല്ല് പാടത്ത് നമ്മൾ തന്നെ കൃഷി ചെയ്യുന്നതും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഹെൽത്തിനും സ്കിന്നിനും ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പണ്ടുള്ളവർക്ക് ആയുസ് ഇപ്പോൾ ഉള്ളവർക്കുണ്ടോ? പെട്ടെന്ന് ഓരോ സുഖം മരിക്കുമല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. പണ്ടുള്ളവരെ വെച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. അടിയിൽ പിടിക്കുക. ഉപ്പുമാവ് എപ്പോഴും അടിയിൽ പിടിക്കുന്നത്. തടിയുടെ ഇതുകൊണ്ട് യൂസ് ചെയ്താൽ ഇത് പറ്റത്തില്ല. തടിയിൽ നിന്ന് ചിരകി എടുക്കണം. നല്ല ഉപ്പുമാവ് ബീഫിനോട് ചൂടാക്കി ചോദിക്കും. ഉപ്പുമാവും ബീഫിൻ്റെ ലിവർ ഫ്രൈയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം ആരെങ്കിലൊക്കെ. ഓക്കെ, സെറ്റ്. ചേട്ടൻ്റെ ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഞാനത് ഈ അടുത്ത കാലത്ത് അറിഞ്ഞത്. ഉപ്പുമാവ് ഇഷ്ടമാണ്. നമ്മുടെ റവ തയ്യാറായി. ഇനി കുറച്ച് വാങ്ങി വയ്ക്കണം. കൂടെ കഴിക്കാം. നല്ല തലവേദനയുണ്ട്.
പാത്രം വേണമല്ലോ. ഓ അതെടുത്ത് അതിനകത്തുണ്ടെന്ന് തീർത്താ സിപ്പപ്പ്. ഞാൻ അടുക്കള കയറി ഒരു പാത്രം ഇങ്ങനെ താഴെ വീഴുന്നു. ചേട്ടൻ എന്നെ വഴക്കുള്ളൂ എന്നും അത് പാത്രം താഴെ ചാടിക്കുന്നു. പെടക്കല്ലേ എനിക്കിങ്ങനെ കിടപ്പ് കൂടുതല. പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. ഇനി ഞാൻ ബീഫ് എടുത്തോണ്ട് വരട്ടെ. കുഞ്ഞ് ചട്ടി ഉണ്ടോ, കുഞ്ഞ് ചട്ടി. അതിനകത്ത് നമുക്ക് ഇച്ചിരി ബീഫ് ചൂടാക്കി ഞാൻ ചൂടാക്കിയിട്ട് വരാവേ. അത് മതി. ഇച്ചിരി ഉപ്പുമാവ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകണം. ചോറ് കൊണ്ടുപോകാം. നല്ല സൂപ്പർ ബീഫാണ് കേട്ടോ. മുതലക്കോടത്ത് പള്ളിക്കടയിൽ നിന്ന് വാങ്ങിയത്. പള്ളിയുടെ കെട്ടിടമുണ്ട്, അതിനകത്ത് പുതിയൊരു കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പം ഇന്ന് ചൂടാക്കട്ടെ. ഇപ്പം ബീഫ് ചൂടാണ് നേരമാണ്ടേ. ചോറ് ഇത് കൊണ്ടൊരു വലിയ പാത്രം വാങ്ങാം. ഇന്നലെ ചോറ് വെച്ചിട്ട് അയാൾ പോയപ്പോഴത്തേക്ക് ചോറ് വെച്ചിട്ട് പോയി. വന്നപ്പോൾ ഇതിന്ന് കുറച്ച് ചോറ് എടുത്ത് അവിടെ ബാസ്ക്യൂന് കൊടുത്തിട്ടോ. ആ അവിടെ കിടപ്പുണ്ടോ? കണ്ടില്ലല്ലോ. ഏത് പാത്രം ഉണ്ടാകുന്ന കരയണല്ലോ പൂച്ചക്കുഞ്ഞായത്. അതുകൊണ്ട് പൂച്ചക്കുഞ്ഞി കരഞ്ഞാൽ ആർക്കും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലേ. ആരും ഏത് പാത്രം കണ്ടാലും അവിടെ ഇല്ല കാര്യം. അവിടെ കിടപ്പുണ്ടാവുന്നത് ആരും ഇപ്പൊ ചോറി കയറ. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച് ചോറിനെ അങ്ങ് വാർത്തിട്ടു. 1 മിനിറ്റ് വീഡിയോ ഇല്ലാന്ന് പറഞ്ഞ ഒത്തിരി പേര് പരാതി പറഞ്ഞിട്ടാ. അപ്പൊ ഇതിനൊരു അടക്കണ്ടായിരുന്നു ചോറ് വെക്കുന്നത്. അതൊക്കെ മാറിപ്പോയെന്നു മൊത്തത്തിൽ അങ്ങോട്ട് മാറി. എന്ത് ചെയ്യാനാണെന്ന് പറ. ഇതെല്ലാം കഴുകണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകട്ടെ. ഇന്ന് നോക്കാം എൻ്റെ ചോറ്റുപാത്രത്തിൽ ഞാൻ ചോറ് കൊടുക്കാതെ ഒരുത്തെ കാണിക്കണുണ്ടോ. അവന് ഇച്ചിരി ചോറ് ഇനി ഉണങ്ങി ഇതാണ് താഴേക്ക് കിട്ടും ചോറ്. എടാ ചോറ് എടുക്കടാ, ചോറ് എടുക്കടാ. എന്നാടാ ചോറ് എടുക്കടാ. ആരോഗ്യം കറി ഞാൻ എടുത്തു തരാം. ഇങ്ങനെ ഇത് കണ്ടോ ഒരുത്തൻ്റെ ചോറ് എടുത്തേക്കണത്. ഇതിനൊക്കെ വഴക്ക് പറയണ്ടേ. ബോണ്ടല്ല സുഖിയ. നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുരു ഇരിക്കുന്ന കണ്ടോ. എല്ലാവരും ഞാനൊന്ന് കൊതിപ്പിക്കട്ടെ. ചേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ വാഴക്കൊല വെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പകുതി കൊല കറി വെക്കാൻ എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഇത് കുറച്ച് വാഴച്ചുണ്ടാണ് കേട്ടോ. വാഴച്ചുണ്ട് തോരൻ വെക്കണത് എനിക്ക് ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴച്ചുണ്ട് തോരൻ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിലെ വിശേഷം എന്ന് പറയുന്നു. ഞാനപ്പോൾ ഇച്ചിരി ചോറ് പോലെ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് ഡ്രസ്സ് മാറിയിട്ട് ഞാനാണെങ്കിൽ ബീഫ് ചൂടാക്കി കഴിഞ്ഞപ്പോഴേ വീട്ടിലേക്ക് ഇല്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ബീഫ് എടുത്തിട്ട് വീണ്ടും ചൂടാക്കി കഴിക്കണം. ഇനി വീട്ടിലേക്കും വേണ്ട. അതുകൊണ്ട് അത് ഒന്നൊന്ന് ചൂടാവട്ടെ. ആ നേരം കൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വരാം. വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇന്നിവിടെ പോർക്ക് കറി കുറച്ചെങ്ങാണ്ട് ഇപ്പുണ്ടത്. ചേട്ടന് ആൻചൂട്ടിനാണ് കഴിക്കുന്നത്. ഇവനെ കണ്ടിട്ടുണ്ട്. ഇവൻ അൺഹാപ്പിയാണ്. ആരെങ്കിലും പറയുമോ തന്നെത്താനെ അല്ല. അവൻ ആവശ്യമുള്ള ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരുടെ ആവശ്യമൊന്നുമില്ല. പായസം വേണോടാ? പായസം ഉണ്ടാക്കാൻ ചേട്ടൻ പറയുക ഞാൻ ഏത്തപ്പഴം വാങ്ങിച്ചു. പായസം ചൂടാക്കില്ല, അങ്ങനെ കഴിക്കണം. നീ ഇപ്പം ഇത് കഴിക്കാം.
ഞാൻ ഇച്ചിരി എന്നാണ് എനിക്ക് സമയമുണ്ട്, ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് എനിക്കിനി ഫ്രഷായി ഡ്രസ്സ് ഇട്ടാൽ മാത്രം മതി. അപ്പം കഴുക്കുമാവ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇത് കഴിച്ചിട്ട് പോകണം. കൂടെ ഇച്ചിരി പായസം കൂടി കുടിക്കണം. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവും. അപ്പോൾ ഇത് നമ്മുടെ കരിമണ്ണൂരിലുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയ ഒരു നൈറ്റിയാണ് കേട്ടോ. ഇതുപോലെ ഇപ്പോഴത്തെ ഫ്രോക്ക് നൈറ്റി ഇല്ലേ, അങ്ങനെ ഇറക്കം കുറഞ്ഞ ഉടുപ്പ് പോലത്തെ, അതാ ചേട്ടൻ വാങ്ങിച്ചെന്നാണ്. അന്ന് കുറച്ച് കാര്യങ്ങൾ ആൻസൂട്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയൊരു കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ കടയിൽ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പോയതാണ്. അപ്പം അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമ്മുടെ വീഡിയോ കുത്തിയിരുന്ന് കാണുന്നുണ്ടല്ലോ, സമയമൊക്കെ മെനക്കെട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. നമ്മളിവിടെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്, നിങ്ങൾ ഹാപ്പി ആയിട്ട് പോകണം, അതാണ് നമുക്കും ഇഷ്ടം കേട്ടോ. കാരണം നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ, ഒരു കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടെങ്കിലോ ടെൻഷൻ അടിച്ച് കുശുമ്പ് പിടിച്ചൊക്കെ ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ടെങ്കിലൊക്കെ അതെനിക്ക് ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ്. ബിന്ദുസ് ഡ്രീംസിൻ്റെ വീഡിയോ കാണുന്നുണ്ടോ? ആ കാണുന്ന എല്ലാവരും ബിന്ദുസ് ഡ്രീംസ് ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടേതൊരു വീടല്ലേ, ഈ വീട്ടിൽ ഇങ്ങനെ വന്ന് കുത്തിത്തീർപ്പൊക്കെ ഉണ്ടാക്കാൻ പാടുണ്ടോ? അത് നമ്മുടെ വീടിനല്ലേ ദോഷം, നമുക്ക് തന്നെയല്ലേ ദോഷം, അതൊക്കെ ചിന്തിക്കണ്ടേ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ. പാൻസ് കൂട്ടം പോവാണ് വന്ന്. അപ്പോൾ എനിക്കും ഇനി ഇപ്പം തന്നെ പോകണം. അപ്പോൾ ഇവിടെ ഒന്നും തിന്നാനുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഒരു താക്കോല് കണ്ടില്ല, അത് തപ്പി അടക്കുമായിരുന്നു, എന്നിട്ട് തപ്പാം.